വിശദമായ വാർത്തകളിലേക്ക്. തമ്മിലടി അവസാനിക്കാതെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടിക. പത്തനംതിട്ട സീറ്റിന്റെ കാര്യത്തിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നു. പ്രഖ്യാപനം വൈകുന്നതിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. മുരളീധരപക്ഷം കേന്ദ്ര നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് തിരിച്ചടിയാകുമെന്ന് മുരളീധര വിഭാഗത്തിന്റെ പരാതി. പ്രധാന നേതാക്കളെ ഒഴിവാക്കി ദുർബലരെ മത്സരിപ്പിക്കുന്നതിലും ബി.ജെ.പിയിൽ അമർഷമുണ്ട്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജീവൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. അതായത് സ്ഥാനാർത്ഥി പട്ടികയെ ചൊല്ലി ഇപ്പോഴും മാരത്തോൺ ചർച്ചകൾ കഴിഞ്ഞിട്ടും ബി.ജെ.പിയിൽ അടി അവസാനിക്കുന്നില്ല. ഇപ്പോൾ പത്തനംതിട്ട സീറ്റിനെ സംബന്ധിച്ചുള്ള തർക്കം ഇപ്പോഴും തുടരുകയാണ്. രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ, അതായത് മുരളീധര വിഭാഗം പൂർണ്ണമായി RSSന്റെ പിന്തുണയോടുകൂടി ഉറച്ച നിലപാട് സ്വീകരിച്ചതോടെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പുതിയ വിവരങ്ങൾ. ജീവൻ, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? നൃപൻ, 14 സീറ്റുകളാണ് ബി.ജെ.പി. കേരളത്തിൽ മത്സരിക്കുന്നത്. അതിന്റെ ധാരണ കഴിഞ്ഞ ദിവസം ദേശീയ ജനറൽ സെക്രട്ടറിയായ മുരളീധർ റാവു വ്യക്തമാക്കുകയും ചെയ്തതാണ്. 13 സീറ്റുകൾ പ്രഖ്യാപിച്ചു. 14ാമത്തെ സീറ്റ് പത്തനംതിട്ട. ഒരുപക്ഷെ ബി.ജെ.പി. ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കേരളത്തിൽ വർദ്ധിപ്പിക്കും എന്ന് അവർ തന്നെ പല ഘട്ടങ്ങളിലായി അവകാശപ്പെടുന്ന സീറ്റുകളിൽ ഒന്നാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട സീറ്റിൽ എപ്പോൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും എന്നതിനെ സംബന്ധിച്ച് സംസ്ഥാന നേതൃനിരയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാന അധ്യക്ഷൻ P.S. ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, വി മുരളീധരൻ, അല്ലെങ്കിൽ P.K. കൃഷ്ണദാസ്, ഇവരെല്ലാം വളരെ തലമുതിർന്ന നേതാക്കളാണ്. ഇവരോടെല്ലാം ഉള്ള അടുത്ത വൃത്തങ്ങളോട് ചോദിക്കുമ്പോൾ പോലും നമുക്ക് ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ എപ്പോൾ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു വിലയിരുത്തൽ നമുക്ക് ലഭിക്കുന്നില്ല. രണ്ട് സാധ്യതകൾ മാത്രമാണ് നമുക്കിപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒന്ന്, പത്തനംതിട്ട സീറ്റിന് വേണ്ടി സംസ്ഥാന അധ്യക്ഷനായ P.S. ശ്രീധരൻപിള്ള ഇപ്പോഴും ഒരു ക്ലെയിം ഉന്നയിച്ചിരിക്കുന്നു. ആ ക്ലെയിമിൽ നിന്ന് P.S. ശ്രീധരൻ പുറകിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. 3 മണ്ഡലങ്ങളിൽ പരിഗണിക്കപ്പെട്ടതിന് ശേഷം അവസാനം എത്തി നിൽക്കുന്ന മണ്ഡലമായ പത്തനംതിട്ടയിൽ നിന്ന് K. സുരേന്ദ്രനും പുറകിലേക്ക് പോകാൻ തയ്യാറാവുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ ഒരു സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറിയും തമ്മിൽ രൂക്ഷമായൊരു വടംവലി നിൽക്കുന്നു. ഇതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത, തൃശൂർ സീറ്റ് നിലവിൽ BDJS-നാണ് നൽകിയിരിക്കുന്നത്. ആ സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് അമിത്ഷാ തന്നെ നേരിട്ട് തുഷാർ വെള്ളാപ്പള്ളിയോട് പറഞ്ഞതായി ചില വിവരങ്ങളുണ്ട്. എന്നാൽ SNDP-യുടെ ഭാരവാഹി സ്ഥാനം രാജിവെച്ചുകൊണ്ട് തുഷാർ വെള്ളാപ്പള്ളി രാഷ്ട്രീയത്തിൽ ഇറങ്ങി തൃശൂരിൽ കണ്ടസ്റ്റ് ചെയ്യുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നു. BDJS-ന് അത്തരത്തിൽ സീറ്റ് നൽകിയത് തുഷാർ വെള്ളാപ്പള്ളിക്ക് കൂടിയാണ്. അതിനാൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കാത്തൊരു സാഹചര്യം ഉണ്ടായാൽ പത്തനംതിട്ടയിൽ നിന്നും K. സുരേന്ദ്രനെ തൃശൂരിലേക്ക് മാറ്റുക, ഇതാണ് രണ്ടാമത്തൊരു സാധ്യത. വളരെ വിചിത്രമായ മൂന്നാമത്തൊരു സാധ്യതയും കൂടി ഇപ്പോൾ തെളിഞ്ഞു വരുന്നതായി പറയപ്പെടുന്നു. ഒന്ന്, പത്തനംതിട്ട ജില്ലയിൽ ഒരു പൊതു സ്വതന്ത്രനെ നിർത്തുന്നതിനായി BJP-യുടെ ചില വൃത്തങ്ങളിൽ ആലോചന നടക്കുന്നു എന്ന് സ്ഥിരീകരിക്കാത്തൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നു. കോൺഗ്രസിൽ നിന്നുള്ള ഒരു പ്രമുഖനായ നേതാവുമായി BJP നിലവിൽ ആശയവിനിമയം നടത്തുകയാണെന്നും ആ അതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ മൂന്നാമത്തെ വിവരത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ ഒരു സ്ഥിരീകരണം ഈ ഘട്ടത്തിൽ പറയാനാവില്ല എങ്കിൽ പോലും അത്തരം ഒരു സൂചനയും ഒരു വാർത്തയും ചില അഭ്യൂഹങ്ങളും പ്രചരിക്കുന്നുണ്ട്. കോൺഗ്രസിൽ നിന്നും എത്തുന്ന പത്തനംതിട്ടയിൽ നിന്നും സമീപകാലത്ത് നിറഞ്ഞു നിന്ന, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിലടക്കം വലിയ കോൺഗ്രസിന് വേണ്ടി വലിയ ശബ്ദങ്ങൾ ഉയർത്തിയ ഒരു നേതാവിന് വേണ്ടി BJP വെയിറ്റ് ചെയ്യുന്നു എന്നതാണ് മൂന്നാമത്തെ സാധ്യത. ഈ 3 സാധ്യതകളിൽ ഏത് സാധ്യതയായിരിക്കാം പൂരിപ്പിക്കുക എന്നത് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. പക്ഷേ സാധ്യതകൾ പല രൂപത്തിലാണ്. രാഷ്ട്രീയത്തിൽ പൂരിപ്പിക്കപ്പെടാൻ കഴിയാത്ത വണ്ണം ഒന്നുമില്ല എന്നാണ് BJP പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ളത്. കോൺഗ്രസിൽ നിന്നും ഒരു പട നേതാക്കന്മാർ BJP-യിലേക്ക് ഒഴുകുന്ന ഒരു പശ്ചാത്തലത്തിൽ മൂന്നാമത്തെ സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ജീവൻ, വിവരങ്ങൾ വ്യക്തമാണ്. പത്തനംതിട്ട സീറ്റിനെ സംബന്ധിച്ച്
ചൊല്ലി BJP-യിൽ വലിയ തർക്കം ഇപ്പോഴും തുടരുകയാണ്. സ്ഥാനാർത്ഥി നിർണയം ഇപ്പോഴും ആ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ BJP-യിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്ന വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ജീവൻ നൽകിയത്. പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് എന്തുകൊണ്ടെന്ന് അറിയില്ലെന്ന് MD രമേശ്. ഒരുമിച്ച് പട്ടിക പ്രസിദ്ധീകരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പത്തനംതിട്ടയിൽ സംസ്ഥാന നേതൃത്വം ഒരു പേരാണ് നൽകിയത്. കേന്ദ്ര നേതൃത്വത്തിന് എല്ലാ കാര്യങ്ങളും പരിഗണിക്കേണ്ടി വരുമെന്നും MD രമേശ് പ്രതികരിച്ചു. അല്ല, എല്ലാം ഒരുമിച്ച് പ്രഖ്യാപിക്കുന്ന ആണ് എല്ലാവരും ആഗ്രഹിച്ചത്. പക്ഷേ BJP-യുടെ കേന്ദ്ര നേതൃത്വം ഓരോ പാർലമെന്റ് മണ്ഡലത്തെക്കുറിച്ചും വിശദമായിട്ട് പരിശോധന നടത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഒരു രീതിയാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും അനിശ്ചിതത്വം ഉള്ളതായിട്ടോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകം സമർപ്പിച്ചിട്ടുള്ള പേരുകൾ മാറേണ്ടതിനെക്കുറിച്ചോ ഒന്നും തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കേരള ഘടകത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സംസ്ഥാന ഘടകം സമർപ്പിച്ച പട്ടികയിൽ നിന്ന് വലിയ മാറ്റമില്ലാതെ തന്നെ ഇന്നോ നാളെയോ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിനെ കുറിച്ച് തനിക്ക് അറിയില്ലെന്ന് PS ശ്രീധരൻപിള്ള. പാർട്ടി പാർലമെന്ററി ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും ശ്രീധരൻപിള്ള കൊച്ചിയിൽ പറഞ്ഞു. അതേസമയം നിലവിലെ സ്ഥാനാർത്ഥി പട്ടിക സ്വാഗതാർഹമാണെന്നും രണ്ട് മുന്നണികളെയും പരാജയപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. സീനിയർ മിനിസ്റ്റേഴ്സും സീനിയർ നേതാക്കന്മാരും ഒക്കെ ഉൾപ്പെടുന്ന പാർലമെന്ററി ബോർഡാണ് തീരുമാനം എടുക്കേണ്ടത്. പാർലമെന്ററി ബോർഡ് ആദ്യം ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തിരുന്നു. അതിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവരെ പ്രധാനമന്ത്രി ഉൾപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം ഞങ്ങൾ തന്നിരുന്നു. അതനുസരിച്ചിട്ട് അവരും കൂടെ ചേർത്ത് വീണ്ടും ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞ ശേഷം ഞാൻ അവിടുന്ന് പോകുന്നതാണ്. ഡിസ്കഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ അതിനുശേഷം അവർ അൾട്ടിമേറ്റായിട്ട് എന്താണെന്നുള്ളത് ഇപ്പം അവർ പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മാന്യമായ പടിയിറക്കത്തിന് പോലും അവസരം നൽകാതെയാണ് LK അദ്വാനിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിച്ചത്. അദ്വാനിക്ക് പകരം അമിത്ഷാ ഗാന്ധിനഗർ സീറ്റിൽ നിന്ന് മത്സരിക്കുമ്പോൾ പാർലമെന്ററി രംഗത്തും മോദിക്ക് ശേഷം അമിത്ഷാ തന്നെയെന്ന് സൂചന വ്യക്തം. BJP മാർഗനിർദ്ദേശക മണ്ഡലിൽ അംഗമായ മുരളി മനോഹർ ജോഷിക്കും കാൺപൂരിൽ വീണ്ടും അവസരം നൽകാൻ ഇടയില്ല. അദ്വാനിക്ക് സീറ്റ് നൽകാതെയുള്ള സ്ഥാനാർത്ഥി പട്ടികയിലൂടെ രണ്ട് സന്ദേശങ്ങളാണ് BJP നൽകുന്നത്. മോദിയും അമിത്ഷായും ചേർന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് LK അദ്വാനി എന്ന സ്ഥാപക നേതാവിന്റെ നിർബന്ധിത വിരമിക്കൽ പ്രഖ്യാപിച്ചു. പാർലമെന്ററി രംഗത്ത് മോദിക്ക് ശേഷം ആരെന്ന ചോദ്യത്തിന് അമിത്ഷാ തന്നെയെന്ന പ്രഖ്യാപനമാണ് രണ്ടാമത്തേത്. 6 തവണ അദ്വാനി മത്സരിച്ച ഗാന്ധിനഗറിൽ അമിത്ഷാ മത്സരിക്കുന്നതിന്റെ ഉദ്ദേശവും ഇതുതന്നെ. അദ്വാനിയുടെ മകൻ ജയന്തിനെ പരിഗണിച്ച ഗാന്ധിനഗറിൽ തന്നെ അമിത്ഷാ മത്സരിക്കാൻ തീരുമാനിച്ചതും ഇക്കാര്യം അടിവരയിടുന്നു. മുതിർന്ന നേതാക്കൾ മത്സരരംഗത്ത് നിന്ന് സ്വയം പിന്മാറുകയാണ് സാധാരണ രീതി. എന്നാൽ അദ്വാനിയാകട്ടെ ഇതേവരെ അത്തരമൊരു പ്രഖ്യാപനം നടത്തിയതുമില്ല. എന്നിട്ടും അദ്വാനിയുടെ അഭിപ്രായം പോലും കേൾക്കാൻ തയ്യാറാകാതെ മോദിയും അമിത്ഷായും അദ്വാനിയെ പരിഗണിക്കാതിരുന്നത് 2014 മുതൽ തുടരുന്ന അവഗണനയുടെ ഒടുവിലെ ഉദാഹരണമാണ്. അദ്വാനിക്ക് പാർലമെന്ററി രംഗത്ത് 50 വർഷം തികയ്ക്കാനുള്ള അവസരം നിഷേധിച്ചതിൽ ഒരു വിഭാഗം നേതാക്കൾ പ്രതിഷേധത്തിലാണ്. മാർഗനിർദ്ദേശക മണ്ഡലിൽ അംഗമായ മുരളി മനോഹർ ജോഷിയുടെ അവസ്ഥയും വ്യത്യസ്തമാകാനിടയില്ല. മത്സരിക്കാനുള്ള പ്രായപരിധി 75 ആണെന്ന് ചൂണ്ടിക്കാട്ടി മുരളി മനോഹർ ജോഷിക്കും കാൺപൂരിൽ അവസരം നൽകിയേക്കില്ല. 2014 മുതൽ പാർട്ടിയിൽ പിടിമുറുക്കിയ മോദിയും അമിത്ഷായും 2019 ആകുമ്പോഴേക്കും മുതിർന്ന നേതാക്കൾക്ക് വിരമിക്കൽ നോട്ടീസ് നൽകിയെന്നത് BJP രാഷ്ട്രീയത്തിലെ പ്രകടമായ മാറ്റം തന്നെ. ന്യൂസ് ബ്യൂറോ, ദില്ലി. BJP-യിലേക്ക് പോകുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു ഉളുപ്പുമില്ലെന്ന് പിണറായി വിജയൻ. കോൺഗ്രസ് എന്നത് നാണം കെട്ട കൂട്ടരായി മാറിയെന്നും പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. ഏറ്റവും വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് സന്തോഷ് ചേരുന്നു. രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോൺഗ്രസിനെതിരെ നടത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ സന്തോഷ്? കോൺഗ്രസിന്റെ നഷ്ടപ്പെട്ട രാഷ്ട്രീയ സംസ്കാരത്തെ കുറിച്ചാണ് രൂക്ഷമായ ഭാഷയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. കോൺഗ്രസിന്റെ നേതാക്കൾ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും യാതൊരു തരത്തിലുള്ള ഉളുപ്പമില്ലാതെ BJP-യിലേക്ക് പോവുകയും BJP-യെ ഭരണത്തിലെത്താൻ സഹായിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് രാജ്യത്ത് പല സ്ഥലത്തും കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ത്രിപുര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ BJP നാമമാത്രം പോലും BJP ഇല്ലാതിരുന്ന സംസ്ഥാനങ്ങളിൽ BJP-യെ അധികാരത്തിൽ എത്താൻ സഹായിച്ചത് കോൺഗ്രസ് ആണ്. അത്തരത്തിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ രാജ്യത്ത് പല സ്ഥലത്തും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. കേരളത്തിലെ പല നേതാക്കന്മാരും BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ചിലർ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിരിക്കുന്നു. പല പ്രമുഖ
സർവ്വ നേതാക്കളെയും വലിയ വാഗ്ദാനങ്ങൾ നൽകിയാണ് ഇപ്പോൾ കോൺഗ്രസിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ നാണം കെട്ട കൂട്ടരായി മാറി എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ LDF കുടുംബ സംഗമത്തിൽ പറഞ്ഞത്. ഒരു പക്ഷത്തും കാല് ഉറക്കാത്തവരാണ് ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കൾ. ഇപ്പോൾ കോൺഗ്രസിന്റെ പക്ഷത്തുള്ളവർ ഏത് സമയത്ത് BJPയിൽ എത്തും എന്നുള്ള കാര്യം അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പിൽ വളരെ കരുതലോടുകൂടിയായിരിക്കണം വോട്ടർമാർ സമ്മതിദാന അവകാശം വിനിയോഗിക്കേണ്ടത്. വിജയിപ്പിച്ചവരെ ഓർത്ത വോട്ടർമാർക്ക് ഉറക്കമില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച സ്ഥാനാർത്ഥി വിശ്വാസം നഷ്ടപ്പെടുത്തുമോ എന്ന് ചിന്തിക്കാൻ ഇടവരുത്തരുത്. അതുകൊണ്ട് തന്നെ ഉറച്ച മതനിരപേക്ഷ നിലപാട് ഉള്ളവരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ആപത്ത് വർഗീയതയാണ്. ഈ വർഗീയതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സന്ധിയില്ലാത്ത നിലപാട് തുടരുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്. അത്തരത്തിൽ വോട്ടർമാർക്ക് വിശ്വസിച്ച് വോട്ട് ചെയ്യാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പറഞ്ഞു. BJPയും കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസം, ഒരേ ഒരു വ്യത്യാസം ഇപ്പോൾ പേരിൽ മാത്രമാണ് ഉള്ളത്. നയങ്ങളുടെ കാര്യത്തിലോ വർഗീയതയുമായി സന്ധി ചെയ്യുന്ന കാര്യത്തിലോ കോൺഗ്രസും BJPയും ഒരേ നയങ്ങൾ തന്നെയാണ് തുടരുന്നത്. ഇതിന് ബദലായിട്ടുള്ള ഒരു നയമാണ് നമ്മുടെ രാജ്യത്ത് ആവശ്യമായിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു നയം ഉണ്ടാക്കാൻ കഴിയുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. എന്നാൽ അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കേരളം. പരിമിതികളിൽ നിന്നുകൊണ്ട് കേരളത്തിൽ LDF സർക്കാർ ബദൽ നയം നടപ്പാക്കി കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ബദൽ രാഷ്ട്രീയ സംസ്കാരം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വർഗീയതയുമായി വിട്ടുവീഴ്ചയില്ലാത്തതും ഉറച്ച മതേതര നിലപാട് സ്വീകരിക്കുന്നതുമായ വ്യക്തമാണ്. സന്തോഷ്, കണ്ണൂരിൽ മുഖ്യമന്ത്രി രൂക്ഷമായ വിമർശനമാണ് കോൺഗ്രസിനെതിരെ നടത്തിയത്. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് കണ്ണൂരിൽ നിന്ന് സന്തോഷ് നൽകിയത്. ഏത് അവിശുദ്ധ കൂട്ടുകെട്ടിനെയും വടകരയിൽ ഇടതുപക്ഷം തോൽപ്പിക്കുമെന്ന് P. ജയരാജൻ. കോലീബി സഖ്യത്തെ തോൽപ്പിച്ച ചരിത്രം വടകരയ്ക്ക് ഉണ്ടെന്നും കോൺഗ്രസ് RMPയെ ഉപകരണമാക്കി മാറ്റുകയാണെന്നും ജയരാജൻ പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ദേശീയ തെരഞ്ഞെടുപ്പിൽ ചില നയങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ആ നയങ്ങൾക്കനുസരിച്ച് ജനങ്ങൾ വോട്ട് ചെയ്യണം എന്നാണ് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ആസൂത്രണം ചെയ്തുകൊണ്ട് RSS BJPയിലേക്കുള്ളൊരു പാലം സൃഷ്ടിക്കാൻ കോൺഗ്രസിന്റെ വാലായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഈ RMP എന്ന ചെറിയൊരു സംഘടനയെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. കോൺഗ്രസിൽ ഐക്യം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കാസർഗോഡ് പറഞ്ഞു. കോഴിക്കോട് ഗ്രൂപ്പ് യോഗം ചേർന്നതായുള്ള ആരോപണം അന്വേഷിക്കും. അങ്ങനെ യോഗം ചേർന്നതായി കണ്ടെത്തിയാൽ നടപടി കൈക്കൊള്ളുമെന്നും മുല്ലപ്പള്ളി പ്രതികരിച്ചു. അതിനെക്കുറിച്ച് എനിക്ക് അന്വേഷിക്കണം. ഞാനും ഈ പറഞ്ഞ പോലെ തന്നെ പത്രവാർത്തയാണ് ഞാൻ കണ്ടത്. എനിക്ക് അതിനെക്കുറിച്ചുള്ള ഒരു യഥാർത്ഥ വിവരം കിട്ടിയിട്ടില്ല. ഞാൻ നാളെ കോഴിക്കോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ പരിപാടി ഞാൻ കോഴിക്കോട്ടേക്ക് അതുമാണ്. അത് അന്വേഷിച്ചുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണ് ആരുടെയെങ്കിലും ഭാഗത്തുണ്ടായിട്ടത് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ കർശനമായ നടപടി ഞാൻ സ്വീകരിക്കും. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അച്ചടക്കം ലംഘിച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. വാർത്തകളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. സംസ്ഥാനത്ത് ഇടത് തരംഗത്തിനുള്ള സാധ്യത കൂടുതലെന്ന് പ്രശസ്ത സിനിമാ നടൻ മുകേഷ് MLA. കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ ആവേശപൂർവമായ പ്രചരണമാണ് കണ്ടതെന്നും മുകേഷ് പ്രതികരിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ അവരുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി ഒന്നാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ UDF അതിന്റെ ആദ്യഘട്ടം ഇതുവരെ ആരംഭിക്കാനായിട്ടില്ല. അവരും തുടങ്ങുന്നതേ ഉള്ളൂ. അതേസമയം BJPക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയം എങ്ങും എത്താനായിട്ടില്ല. ആ ഒരു സാഹചര്യം നമ്മുടെ കൊല്ലം MLA മുകേഷ് അദ്ദേഹം കേരളത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ പോവുകയും അവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? ആ ട്രെൻഡ് എങ്ങനെയുണ്ട്? അല്ല, എല്ലാ സ്ഥലത്തും വളരെ ആവേശകരമായിട്ടുള്ള ഒരു സമീപനമാണ് സാധാരണ ജനങ്ങളിൽ നിന്നുണ്ടാവുന്നത്. അത് ഇടതുപക്ഷ പ്രവർത്തകരിൽ നിന്ന് മാത്രമല്ല, ഞാൻ ചെന്നിറങ്ങിയിട്ടുള്ള സാധാരണ ആൾക്കാർ, ഇപ്പം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ നിന്നും അപ്പുറം പല ഒരു മാറ്റം, ഒരു വലിയൊരു ആവേശത്തിൻ്റെ മാറ്റം എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇപ്രാവശ്യത്തെ ഇലക്ഷൻ്റെ ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് നിഷ്പക്ഷ മതികളായിട്ടുള്ള ഒരുപാട് പേര് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇപ്പോൾ ഇലക്ഷന് വോട്ട് ചോദിച്ച് വരുന്നവരെടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി അവർ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ്. കാര്യം കഴിഞ്ഞ മണിക്കൂറിൽ നടന്ന കാര്യം വരെ എല്ലാവർക്കും അറിയാം. അത് ആ കോൺസ്റ്റിറ്റ്യുവൻസി മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ വരെ
എന്താണ്, ആരാണ് എന്തൊക്കെ പറഞ്ഞത്, 3 ദിവസം മുമ്പ് പറഞ്ഞ എന്താണ്, ഇപ്പോൾ അത് മാറ്റി പറയുന്നത് എന്താണ്, നിലപാടുകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്താണ്, ഇങ്ങനെ ഒരു 100 ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. കാരണം ഇനി അങ്ങോട്ട് സമ്മതിദാന അവകാശം നിർവഹിക്കാൻ പോകുന്നവരെ പറ്റിക്കാൻ പറ്റില്ല. അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞെങ്കിൽ മാത്രമേ അവർ വോട്ട് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ ഒരു സ്വീപ്പ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു സിനിമാ നടൻ, സാംസ്കാരിക പ്രവർത്തകൻ, അതിലുപരി രാഷ്ട്രീയ പ്രവർത്തകൻ, അദ്ദേഹം ജനപ്രതിനിധിയും. അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് പങ്കുവച്ചത്. ക്യാമറമാൻ പ്രമോദ് പന്നിയോടൊപ്പം രാജ്കുമാർ. പാവങ്ങളുടെ പടത്തലവൻ AKGയുടെ 42ാം അനുസ്മരണ ദിനം വിപുലമായി ആചരിക്കുന്നു. രാവിലെ കണ്ണൂർ കാൽടെക്സിലെ AKG പ്രതിമയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പുഷ്പാർച്ചന നടത്തി. CPIM നേതാക്കളായ EP ജയരാജൻ, PK ശ്രീമതി ടീച്ചർ, MV ഗോവിന്ദൻ മാസ്റ്റർ, MV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു. വൈകുന്നേരം AKGയുടെ ജന്മനാടായ പെർളശ്ശേരിയിൽ അനുസ്മരണ റാലി നടക്കും. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് അനുസ്മരണ റാലി ഉദ്ഘാടനം ചെയ്യും. AKG പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങളിലൂടെയാണ് ജനകീയ പ്രശ്നങ്ങൾ രാജ്യം അറിഞ്ഞതെന്ന് അനുസ്മരണ പ്രസംഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പാർലമെന്റിൽ മധ്യസ്ഥക്കായി അവതരിപ്പിച്ചിരുന്ന നേതാവായിരുന്നു AKG. പാർലമെന്റിലെ അതിപ്രഗത്ഭരായ ഭാഷാ പണ്ഡിതർ ഉണ്ടായിരുന്ന കാലമാണ്. എന്നാൽ AKGയുടെ പ്രസംഗമായിരുന്നു എല്ലാവരും കാതുകൂർപ്പിച്ച് കേട്ടിരുന്നത്. കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ നടൻ മമ്മൂട്ടിയെ കാണാൻ കൊച്ചിയിലെത്തി. ലോകം അറിയപ്പെടുന്ന കലാകാരന്റെ അനുഗ്രഹം തേടിയാണ് താൻ എത്തിയതെന്ന് VN വാസവൻ പറഞ്ഞു. സ്ഥാനാർത്ഥിക്ക് മമ്മൂട്ടി എല്ലാവിധ ആശംസകളും നേർന്നു. കൊച്ചിയിലെ വസതിയിലെത്തിയാണ് കോട്ടയം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VN വാസവൻ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയെ കണ്ടത്. തന്റെ ജന്മനാട് ഉൾപ്പെടുന്ന കോട്ടയം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയുമായി മമ്മൂട്ടി വിശേഷങ്ങൾ പങ്കുവച്ചു. ലോകം അറിയപ്പെടുന്ന കലാകാരന്റെ അനുഗ്രഹവും ആശംസയും തേടിയാണ് താനെത്തിയെന്ന് VN വാസവൻ. അദ്ദേഹം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വോട്ടറായിട്ടാണ് അദ്ദേഹത്തിന്റെ തുടക്കം. അദ്ദേഹത്തിന്റെ ജന്മനാടും എല്ലാം കോട്ടയം പാർലമെന്റ് നിയോജകമണ്ഡലത്തിലെ വൈക്കം അസംബ്ലി മണ്ഡലത്തിലെ ചെമ്പ് പഞ്ചായത്തിലാണ്. ഞങ്ങൾ നാട്ടുകാരെന്ന രൂപത്തിൽ മറ്റൊരു ബന്ധം. മറ്റൊന്ന്, ലോകം അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ഒരു കലാകാരന്റെ ഒരു സാമീപ്യവും അനുഗ്രഹവും ഞാൻ മനസ്സുകൊണ്ട് ധന്യനാണ്. അത് പ്രവർത്തന രംഗത്ത് ഒരു ഇന്ധനമായി തന്നെ മാറിത്തീരുന്ന കാര്യത്തിൽ സംശയമില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായി തനിക്ക് നല്ല സൗഹൃദമാണുള്ളതെന്ന് പറഞ്ഞ മമ്മൂട്ടി VN വാസവന് എല്ലാവിധ ആശംസകളും നേർന്നു. രാഷ്ട്രീയ സൗഹൃദങ്ങൾ നമുക്ക് സാമാന്യ ഒരു സാമൂഹിക ജീവിതത്തിലുള്ളപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന രംഗത്ത് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ടുള്ള നമ്മുടെ ഒരു അടുപ്പവും പരിചയവും സ്നേഹമുള്ളവരൊക്കെ വരും. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു ആശംസകൾക്ക് വേണ്ടിയെങ്കിലും അവർ വരും. വളരെ സന്തോഷപൂർവ്വം നമ്മൾ അവരെ ആശംസിക്കുന്നു. കൊച്ചിയിലെ വീട്ടിൽ മമ്മൂക്കിയോടൊപ്പം അരമണിക്കൂറിലധികം ചെലവഴിച്ച ശേഷമാണ് സ്ഥാനാർത്ഥി മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുനമ്പത്ത് നടന്നത് മനുഷ്യക്കടത്താണെന്നതിന് പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് ഹൈക്കോടതി. ഈ സാഹചര്യത്തിൽ അന്വേഷണം കാര്യക്ഷമമാക്കാൻ കോടതി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകി. പണം വാങ്ങി എന്നും ഇരകളെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നതും മനുഷ്യക്കടത്താണ് എന്നതിനുള്ള തെളിവാണെന്നും കോടതി നിരീക്ഷിച്ചു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് പ്രതികൾക്കെതിരെ മനുഷ്യക്കടത്ത് കുറ്റം കൂടി ചുമത്തുമെന്ന് പോലീസ് കോടതി അറിയിച്ചു. കേസ് അടുത്ത തിങ്കളാഴ്ച പരിഗണിക്കുന്നതിനായി മാറ്റി. സംവിധായകൻ KG രാജശേഖരൻ അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ചെന്നൈയിലായിരുന്നു അന്ത്യം. 1968 മിടുമിടുക്കി എന്ന ചലച്ചിത്രത്തിന്റെ സഹസംവിധായകനായാണ് തുടക്കം. പത്മതീർത്ഥം, വെല്ലുവിളി, ഇന്ദ്രധനുസ്, യക്ഷിപ്പാറു, വാളെടുത്തവർ, വാളാൽ, വിജയം നമ്മുടെ സേനാനി, തിരയും തീരവും, ഇവൾ ഈ വഴി തുടങ്ങിയ 20ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നണി ഗായിക അമ്പിളിയാണ് ഭാര്യ.